അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 31/10/2025 അസീസുൻ നഫ്സ് എന്ന ശീർഷകത്തിൽ അഭിമാനികളാകാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. നാം എപ്പോഴും നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നവരാകണം. അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. നാം നമ്മുടെ മാന്യത എപ്പോഴും ശ്രദ്ധിക്കണം. താഴ്ന്ന പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ നമ്മിൽ നിന്നൊരിക്കലും വന്നുകൂടാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സഹാബത്തിനെ പഠിപ്പിച്ചതും വളർത്തിയതും ആ രൂപത്തിലാണ്. ഇത് മഹാനായ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ആണ്. അവർ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചെന്ന് സാമ്പത്തികമായ സഹായം ആവശ്യപ്പെട്ടു. നബിതങ്ങൾ അയാൾക്ക് കൊടുത്തു. പിന്നെയും അയാൾ നബിതങ്ങളോട് ആവശ്യപ്പെട്ടു. രണ്ടാമതും അയാൾക്ക് നബിതങ്ങൾ കൊടുത്തു. അപ്പോൾ കൂടെ അവിടുന്ന് പറഞ്ഞു, യാ ഹക്കീം, ഓ ഹക്കീം എന്നവരെ, ഇന്ന ഹാദൽ മാല ഖളിറത്തുൻ ഹുൽവത്തുൻ, ഈ സമ്പത്ത് എന്ന് പറയുന്നത് മധുരമുള്ളതും പച്ചയായതുമാണ്. അഥവാ മനുഷ്യൻ എപ്പോഴും അതിലേക്ക് ആഗ്രഹിക്കുന്നതാണ്. ഫമൻ അഖദഹു ബിസഖാവത്തിൻ നഫ്സ്, സംതൃപ്തിയോടുകൂടെ ആരൊരാൾ അത് സ്വീകരിച്ചുവോ ബൂരിക്കലഹു ഫീഹി, അവരതിൽ ബറക്കത്തുണ്ടാകും. വമൻ അഖദഹു ബി ഇഷ്റാഫി നഫ്സിൻ, അഥവാ ആരെങ്കിലും അതിനെ അത്യാഗ്രഹത്തോടുകൂടെ അലച്ചയോടുകൂടെ സ്വീകരിച്ചാലോ ലം യുബാറക്കലഹു ഫീഹി, അവനതിൽ ബറക്കത്തുണ്ടാകുകയില്ല. ഏതുപോലെ കല്ലദീ യഅ്കുലു വലാ യശ്ബഅ, ഒരാൾ ഭക്ഷണം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അയാളുടെ വയറ് നിറയാത്തതുപോലെ. അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദി സുഫ്ല, ദാനം ചെയ്യുന്ന കൈ എപ്പോഴും അത് പിശുക്കു കാണിക്കുന്ന കൈയിനേക്കാൾ മേലെ തന്നെയായിരിക്കും. ഇത് കേട്ട മഹാനായ ഹക്കീം എന്നവർ പറയുകയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖ്, തിരുദൂതരെ അങ്ങയെ സത്യവുമായി നിയോഗിച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലാ അർസഉ അഹദൻ ബഅദക ഷൈആ, തങ്ങളോട് ഞാൻ ഈ ചോദ്യത്തിന് ശേഷം എൻ്റെ ഒരു കാര്യവും ഞാൻ വേറെ ഒരാളോടും ചോദിക്കുകയില്ല. ആ സ്വഹാബി ജീവിതാന്ത്യം വരെ അവരുടെ കാര്യം പിന്നീട് വേറെ ഒരാളോടും ചോദിച്ചിട്ടില്ല എന്ന് അവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ അഭിമാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. നാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി റബ്ബിനോടാണ് ചോദിക്കേണ്ടത്, റബ്ബിൻ്റെ മുമ്പിലാണ് കൈനീട്ടേണ്ടത്. അല്ലാഹു ഹുവൽ ഖവിയുൽ അസീസ്, അവൻ ശക്തനും അഭിമാനിയുമാണ്. നമ്മുടെ റിസ്ഖൊക്കെ നാം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. നാം അറിയാത്ത വഴിയിലൂടെ അവൻ അത് നമുക്ക് നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവരോട് എന്തെങ്കിലും ചോദിക്കുക എന്നത് നമ്മുടെ തല കുനിഞ്ഞു പോകുന്നതാണ്. നബിതങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ലഅൻ യഅഖുദ അഹദുകും ഹബല ഫയഅതിയ ബിഹുസ്മത്തിൽ ഹത്ബി അലാ ളഹിരിഹി ഫയബീഅഹാ ഫയകുഫല്ലാഹു ബിഹാ വജ്ഹ ഖൈറുൽ ലഹു മിൻ അൻ യസ്അലൻ നാസ് അഅതൗഹു ഔ മനഉ. ഒരാൾക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. അയാൾ കയറെടുത്ത് മലമുകളിൽ കയറി ഒരു കെട്ട് വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് വിറ്റ് അയാൾ അത് ജീവിക്കുമ്പോൾ അത് അയാൾക്ക് ഏറെ അഭിമാനമുള്ളതാണ്. അതാണ് അവൻ ഏറ്റവും നല്ലത്. മറ്റുള്ളവരോട് അവൻ്റെ ആവശ്യം അവൻ ചോദിച്ച് നിറവേറ്റുന്നതിനേക്കാൾ ജനങ്ങൾ ഒരുപക്ഷെ അവന് കൊടുത്തേക്കാം, അല്ലെങ്കിൽ തടഞ്ഞേക്കാം. അത് അഭിമാനത്തിന് ഭംഗം വരുത്തുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും വിശാലമായിരിക്കണം, മനസ്സ് ഐശ്വര്യമായിരിക്കണം. മറ്റുള്ളവരുടെ കയ്യിലുള്ളതിലേക്ക് നാം ഇങ്ങനെ എത്തി നോക്കുന്നത് നമുക്കൊരിക്കലും യോജിച്ചതല്ല. മറ്റുള്ളവരോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ച് നിറവേറ്റുക എന്നത് ഏറെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്നതാണ്. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഉത്തുലുബുൽ ഹവായിജ ബിഇസ്സത്തിൻ നഫ്സ്, നിങ്ങളുടെ കാര്യങ്ങൾ അഭിമാനം സംരക്ഷിച്ചുകൊണ്ടിട്ടാവണം നിറവേറ്റേണ്ടത്. ഫഇന്നൽ ഉമൂറ തജ്രീബിൽ മഖാദീർ, ഓരോ കാര്യങ്ങളും നടക്കുന്നത് അള്ളാഹു കണക്കാക്കിയതിനനുസരിച്ചാണ്. നാം കഠിനാധ്വാനികളാകണം, ഒരിക്കലും മടിയന്മാരായി ചടഞ്ഞുകൂടരുത്. അള്ളാഹു പറഞ്ഞല്ലോ, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ.
അള്ളാഹു ഈ ഭൂമിയെ നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നിരിക്കുന്നു. അതിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെയൊക്കെ നിങ്ങൾ സഞ്ചരിച്ച് ജീവിതവൃത്തികൾ നിങ്ങൾ കണ്ടെത്തുക. അവനിലേക്കാവുന്നു നിങ്ങളുടെ മടക്കം. അഭിമാനമുള്ളവൻ ഒരു അപകടത്തിലും ചേരില്ല. അവരെപ്പോഴും അത് ബോധവാനാകും. ഹദീസിൻ്റെ വിധങ്ങൾ പറഞ്ഞു, ലാ യംബഗി ലിൽ മുഅ്മിനി അൻ യുദില്ല നഫ്സ. ഒരു മുഅ്മിനിനോട് യോജിച്ചതല്ല അവൻ്റെ സ്വന്തം അഭിമാനത്തിന് അവൻ ക്ഷതം വരുത്തുക എന്നത്. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യുദില്ലു നഫ്സഹു, ഒരാൾ എങ്ങനെയാണ് ഒരാളുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുക? അവിടുന്ന് പറഞ്ഞു, യതഅറദു മിനൽ ബലാഇ ലിമാ ലാ യുതീഖുഹു. അവൻ ഓരോ അപകടകരമായ കാര്യങ്ങളിൽ ചെന്ന് തലവെച്ചു കൊടുക്കും. അവന് താങ്ങാൻ കഴിയാത്ത അത്തരം കാര്യങ്ങൾ അവൻ ഏറ്റെടുക്കും. പിന്നീട് അവൻ അത് കാരണമായിക്കൊണ്ട് നിന്ദ്യനും നിസ്സാരനുമായി തീരും. നാം നമ്മുടെ അഭിമാനം എപ്പോഴും ഉയർത്തിപ്പിടിക്കണം. നല്ല സ്വഭാവക്കാരാകണം. വിനയവും താഴ്മയുമൊക്കെ നമ്മുടെ മുഖമുദ്രയാകണം. വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് എപ്പോഴും സാധിക്കണം. നാം നമ്മുടെ കുടുംബങ്ങൾക്കും ആ ആത്മാഭിമാനം എന്താണ് എന്ന് പഠിപ്പിക്കണം. അള്ളാഹു തന്നതിൽ സംതൃപ്തരായി ജീവിക്കാൻ കഴിഞ്ഞാൽ അൽ ഗിനൻ നഫ്സ്, ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സമ്പാദ്യമാണ്. അതുണ്ടായാൽ അയാൾ അഭിമാനിയായി ജീവിക്കും. നാം നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പേരിൽ നാം അഭിമാനം കൊള്ളുന്നവരാണ്. നാം രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുമ്പോൾ രാജ്യം നമ്മുടെ അഭിമാനവും സംരക്ഷിക്കും. ഈ വരുന്ന നവംബർ 3 നമ്മുടെ രാജ്യം അതിൻ്റെ പതാക ദിനമായി ആഘോഷിക്കുകയാണ്. രാജ്യത്തിൻ്റെ പതാക വാനിൽ ഉയർന്ന് പറക്കണം. അത് നമുക്കേറെ സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ രാജ്യത്തോടും ഭരണകൂടത്തോടും ഭരണകർത്താക്കളോടുമൊക്കെയുള്ള നമ്മുടെ കൂറും പ്രതിബദ്ധതയും ഒരിക്കൽ കൂടി നാം അരക്കിട്ടുറപ്പിക്കുകയാണ്. നമ്മുടെ സന്താനങ്ങൾക്കും രാജ്യസ്നേഹവും ഭരണകർത്താക്കളോടുള്ള ആ ബാധ്യതയും നാം പഠിപ്പിക്കണം. വരുന്ന തലമുറ അതിൽ ആത്മാഭിമാനം ഉള്ളവരാകണം. നമ്മുടെ പിതാമഹന്മാരും പ്രപിതാമഹന്മാരുമൊക്കെ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവാർപ്പണം നടത്തിയവരാണ്. അവർ നേടിയെടുത്ത ആ അഭിമാനം, രാജ്യത്തിൻ്റെ ആ പതാക വിണ്ണിൽ എന്നും ഉയർന്നു പറക്കട്ടെ. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അല്ലാഹുവേ, ഈ രാജ്യത്തെ നീ എപ്പോഴും സമാധാനവും സുരക്ഷിതത്വവും ഉള്ളതാക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.